students, welcome to Varanda Race YouTube class. അപ്പോൾ എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനുവരി 1 7 കറണ്ട് അഫയേഴ്സിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്പോയിൻമെന്റ് സ്പോർട്സും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നമുക്ക് സ്കീംസ് ഒബ്യൂച്ചറീസ് പോലുള്ള കുറച്ച് എക്സ്ട്രാ ന്യൂസ് വന്നിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകണം. അത്രയേ ഉള്ളൂ. അപ്പോൾ SSC, RRB, ബാങ്ക് അല്ലെങ്കിൽ PSC ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്തിടാം. അപ്പോൾ എക്സ്പേർട്സ് നിങ്ങളുടെ ഡൗട്ട്സിന് മറുപടിയുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യാസ് ഫസ്റ്റ് നീലഗിരി താർ പ്രോജക്റ്റ് ഹാസ് ബീൻ കമൻസ്ഡ് ഇൻ. ഓക്കെ അല്ലേ? 4 ഓപ്ഷൻസ് ആണുള്ളത്: കേരള, തമിഴ്നാടു, ഒഡീഷ, കർണാടക. ഇന്ത്യയുടെ ഫസ്റ്റ് നീലഗിരി താർ പ്രോജക്റ്റ് എവിടാണ് വരാൻ പോകുന്നത്? ഈ 4 ഓപ്ഷൻസ് കണ്ടിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ, ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കിയേ. നിങ്ങൾ ആയിരുന്നെങ്കിൽ ഇതിൽ ഏതായിരിക്കും മാർക്ക് ചെയ്തേക്കുക? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. എവിടാണ്? തമിഴ്നാടുവിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? തമിഴ്നാടുവിലാണ് ഫസ്റ്റ് നീലഗിരി താർ പ്രോജക്റ്റ് വരുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്, സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അടുത്ത നോക്കിക്കേ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ആർമി ഹാസ് ഇനാഗുറേറ്റഡ് ഫസ്റ്റ് അവർ നോക്കിയേ 2 story 3D പ്രിന്റഡ് ഡ്വെല്ലിംഗ് യൂണിറ്റ് എവിടാണ് കൊണ്ടുവന്നേക്കുന്നത്? കണ്ടോ, ഫസ്റ്റ് അവർ 2 story 3D പ്രിന്റഡ് ഡ്വെല്ലിംഗ് യൂണിറ്റ് കൊണ്ടുവന്നേക്കുന്നത് എവിടെ നിന്നാണ്? 4 ഓപ്ഷൻ ഉണ്ട്: അഹമ്മദാബാദ്, വാരണാസി, പൂനെ ആൻഡ് ജം. നിങ്ങളായിരുന്നെങ്കിൽ അതിനകത്ത് ഏതായിരിക്കും മാർക്ക് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കിയേ. ക്വസ്റ്റ്യൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് അവർ 2 story 3D പ്രിന്റഡ് ഡ്വെല്ലിംഗ് യൂണിറ്റ് ആണ്. അങ്ങനെയാണ് നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? നോക്കിയേ, അഹമ്മദാബാദിലാണ്. എവിടെ വരാൻ പോകുന്നത്? അഹമ്മദാബാദിലാണ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഡിഫൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അഹമ്മദാബാദിലാണ് ഇത് വരാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് സ്റ്റേറ്റ്സ് വിമൻ ടീം ഹാസ് വോൺ ദ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2022 ടൈറ്റിൽ? ഇതൊരു റിവിഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2022 അണ്ടർ 18 ഏത് വുമൻസിലെ ഏത് ടീമിനാണ് എന്ത് ചെയ്തേക്കുന്നത്, ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നതെന്നാണ്? മധ്യപ്രദേശ്, ഒഡീഷ, ഹരിയാന, ജാർഖണ്ഡ്. സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത ന്യൂസ് നമ്മൾ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഓക്കെ, ആൻസർ നോക്കിയേ, ഹരിയാനയാണ്. നമ്മൾ പറഞ്ഞത് അണ്ടർ 18 മെൻസ് കാറ്റഗറിയിൽ മധ്യപ്രദേശിനും വിമൻസ് കാറ്റഗറിയിൽ ആർക്കാണ്? ഹരിയാനയ്ക്കുമാണ് എന്ത് ചെയ്തേക്കുന്നത്, നമുക്ക് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹാസ് ബീൻ ടേക്കൺ ഓവർ എസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF. ഇത് നമ്മൾ അപ്പോയിൻമെൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. നോക്കിയേ, സിദിവേണി റബുക്ക, ഷംസീർ സിംഗ്, പുഷ്പ കമാൽ ദഹാൽ, സുജോയിലാൽ 1000. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ അഡീഷണൽ ചാർജ് എടുത്തിരിക്കുന്ന ആരാണ്? ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ എത്ര പേര് ക്ലാസ് കണ്ടിട്ടുണ്ടോ നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റും. ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആൻസർ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്ത ആൻസർ കറക്റ്റ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആരാണ്? സുജോയിലാൽ 1000 ആണ് എന്ത് BSFന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കിക്കേ, ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഒബ്യൂച്ചറീസ് അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസിൽ വന്നിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. ജസ്റ്റ് ഒരു 1 liners ആണ്. ഓക്കെ അല്ലേ? ജനുവരി 1 to 7 1 liners ആണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ കർണാടകയിലെ മണ്ഡ്യയിൽ വെച്ചിട്ട് അമിത്ഷാ എന്ത് ചെയ്തു? മേഘ ഡയറി ഇനാഗുറേറ്റ് ചെയ്തു. കർണാടകയിലെ മണ്ഡ്യയിലാണ് മേഘ ഡയറി. ആരാ ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്? അമിത്ഷായാണ് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വെസ്റ്റ് ബംഗാളിൻ്റെ ഫസ്റ്റ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ എവിടെ ആരാ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്? PM മോദിയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഇൻ വെസ്റ്റ് ബംഗാൾ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്ന ആരാ? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അടുത്ത് നോക്കിയേ, ഇന്ത്യയുടെ ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എവിടെ വന്നേക്കുന്നത്? കൊൽക്കത്തയിലാണ്. അത് ഡിസംബർ 2023 ആകുമ്പോഴത്തേക്കും എന്താവും, സെറ്റ് ആവും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. കൊൽക്കത്തയിലാണ് ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ വരാൻ പോകുന്നത്. ഓക്കെ അല്ലേ? നമ്മുടെ നോക്കിയേ, അങ്കുൽ ബൽറാം റെയിൽ ലൈൻ ഇൻ ഒഡീഷ 300 കോടി രൂപയുടെ അങ്കുൽ ബൽറാം റെയിൽ ലൈൻ നമ്മുടെ വരാൻ പോകുന്ന എവിടെയാണ്? ഒഡീഷയിലാണ്. ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? പ്രഹ്ലാദ് ജോഷിയാണ് എന്ത് ചെയ്തേക്കുന്നത്? അങ്കുൽ ബൽറാം റെയിൽ ലൈൻ ഒഡീഷയിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന. എക്സ്പെൻസ് എത്രയാണ്? 300 കോടി രൂപയാണ്. ഓക്കെ അല്ലേ? അടുത്തൊക്കെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ലോഞ്ച്ഡ് നോക്കിയേ പ്രജ്വല ചലഞ്ച്. അപ്പം നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക.
നോക്കുക. ഇത് വൺ ലൈനേഴ്സ് ആണ്. അപ്പോൾ പ്രജ്വല ചലഞ്ച് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. പ്രജ്വല ചലഞ്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് മിനിസ്ട്രിയാണ്? ഏത് മിനിസ്ട്രിയാ? മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരെണ്ണം പഠിച്ചായിരുന്നു. ഏതാണെന്നറിയാമോ? അനീമിയ മുക്ത് ലക്യ അഭിയാൻ എവിടെ കൊണ്ടുവന്നേക്കുന്നത്? ഒഡീഷയിലാണ്. ഇത് കഴിഞ്ഞ നവംബറിലെ കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ അനീമിയ മുക്ത് ലക്യാൻ അഭിയാൻ എവിടെ കൊണ്ടുവന്നേക്കുന്നത്? ഒഡീഷ. ഇത് പ്രജ്വല ചലഞ്ച് ആണ്. ആരാ? മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. അടുത്ത് നോക്കിയേ, ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് ആയിട്ടാണ് നമ്മൾ 2023 ആഘോഷിക്കുന്നത്. നോക്കി, 2023 ഏത് ഇയർ ആണ്? ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ടാണ് ആഘോഷിക്കുന്നത്. അടുത്ത് നോക്കിയേ, സെൻട്രൽ ഡിറ്റക്റ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് CDTI എവിടെ വന്നേക്കുന്നത്? കർണാടകയിൽ. അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ആര്? അമിത്ഷാ. സെൻട്രൽ ഡിറ്റക്റ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാടകയിലാണ് വരുന്നത്. ഫൗണ്ടേഷൻ സ്റ്റോൺ കൊണ്ടുവന്നേക്കുന്ന ആരാ? അമിത്ഷായാണ് കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ അല്ലേ? കുറച്ച് വൺ ലൈനേഴ്സ് ഇവിടെ നോക്കാം. CRPF സെലിബ്രേറ്റഡ് ജഷൻ ഇ ചില്ലായി കലൻ വിത്ത് ദ സ്റ്റുഡൻസ് ഇൻ ശ്രീനഗർ. ഓക്കെ അല്ലേ? ജഷൻ ഇ ചില്ലായി കലൻ നമ്മുടെ CRPF ആഘോഷിച്ചത് ശ്രീനഗറിലെ സ്റ്റുഡൻസുമായിട്ടാണ്. ന്യൂസിൽ വന്നേക്കുന്നതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തേക്കുക. ഓക്കെ. ടാറ്റ മോട്ടോഴ്സ് ടു കംപ്ലീറ്റ് അക്വിസിഷൻ ഓഫ് ഫോർഡ് ഇന്ത്യാസ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഇൻ ജനുവരി ആകുമ്പോഴത്തേക്കും നമ്മുടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫോർഡ് ഇന്ത്യാസ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് കംപ്ലീറ്റ് ആവും. അടുത്ത് നോക്കിയേ, ഇന്ത്യയുടെ സെക്കൻഡ് ലോങ്സ്റ്റ് കേബിൾ സ്റ്റേഡ് 8 ലൈൻ സുരായി ബ്രിഡ്ജ് ഓപ്പൺസ് ഇൻ ഗോവ. ഇന്ത്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് വരാൻ പോകുന്നത് എവിടെയാണ്? ഗോവയിലാണ്. അടുത്ത് നോക്കിയേ, ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് എവിടെ വന്നേക്കുന്നത്? കേരള CM ഇനാഗ്രേറ്റഡ് ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് ഇൻ കണ്ണൂർ. നമ്മുടെ സ്വന്തം കണ്ണൂരിലാണ് എവിടെ വന്നേക്കുന്നത്? ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് കേരള CM ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, സ്മാർട്ട് പ്രോഗ്രാം നമ്മുടെ ആയുർവേദ R&D ഇൻ ആയുർവേദ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ പ്രോഗ്രാം ആണ് ഏത്? സ്മാർട്ട് പ്രോഗ്രാം. എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്? ആയുർവേദമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത് നോക്കിയേ, ഇന്ത്യയും ഓസ്ട്രേലിയയും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഫോർ എന്തിനാന്ന് നോക്കിയേ, മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി. ഇന്ത്യ സൈൻഡ് ആൻ എഗ്രിമെന്റ് ഫോർ ദി ആരുമായിട്ടാണ്? ഓസ്ട്രേലിയയുമായിട്ടാണ്. മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി. അടുത്ത് നോക്കിയേ, ഇലക്ഷൻ കമ്മീഷൻസ് ലോഞ്ച്ഡ് മിഷൻ 929 ടു ടേക്ക് വോട്ടർ ടേൺഡ് ഔട്ട് ഇൻ ത്രിപുര ടു ഓവർ 90 വയസ്സ് കഴിഞ്ഞ വോട്ടേഴ്സ് ത്രിപുരയിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ് മിഷൻ 929. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒരു സെക്ഷനും കൂടെ നോക്കാനുണ്ട്. ഒബ്യൂച്ചറീസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്യൂച്ചറീസും കൂടെ നോക്കാം. നോക്കിയേ, നമ്മുടെ ഫോമർ പോപ്പ് ബെനഡിക്റ്റ്. ഓക്കെ അല്ലേ? ബെനഡിക്റ്റ് 16 അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് മരിച്ചുപോയി. നമ്മൾ ന്യൂസിൽ കണ്ടതാണ്. അടുത്തൊക്കെ, ടാറ്റ ഗ്രൂപ്പ് വെറ്ററൻ ആയിട്ടുള്ള R കൃഷ്ണകുമാർ. അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് മരിച്ചുപോയി. ബിസിനസ്മാൻ ആണ് R കൃഷ്ണകുമാർ. അടുത്ത നോക്കിയേ, സംഗീത എക്സ്പോണന്റ് ആയിട്ടുള്ള സുമിത്ര സെൻ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ അടുത്തിടയ്ക്ക് മരിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ ഗുജറാത്തിന്റെ ഫസ്റ്റ് വിമൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന മഞ്ജുള സുബ്രഹ്മണ്യൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഈ 4 പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്. ഫസ്റ്റ് വുമൺ ചീഫ് സെക്രട്ടറി ഗുജറാത്തിൻ്റെ ആണ്. അതാരാ? മഞ്ജുള സുബ്രഹ്മണ്യം. അദ്ദേഹവും എന്ത് ചെയ്തു? ഈ അടുത്തിടയ്ക്ക് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഒബ്യൂച്ചറീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which state government has introduced a lesson in schools on India's first Muslim woman teacher ഫാത്തിമ ഷെയ്ഖ്. ഇന്ത്യയുടെ ഫസ്റ്റ് മുസ്ലിം വുമൺ ടീച്ചർ ആയിട്ടുള്ള ഫാത്തിമ ഷെയ്ഖിന് വേണ്ടിയിട്ട് നോക്കിയേ, ഒരു ലെസൺസ് സ്കൂളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെയാണെന്നാണ് ചോദിച്ചത്. 4 ഓപ്ഷൻ ഉണ്ട്. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക. നിങ്ങൾ ആയിരുന്നെങ്കിൽ ഇതിനകത്ത് ഏത് ഓപ്ഷൻ ആയിരിക്കും മാർക്ക് ചെയ്തു പോവുക? ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്തത് നമുക്ക് കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആന്ധ്രാപ്രദേശിലാണ്. അപ്പം നമ്മുടെ ഫാത്തിമ ഷെയ്ഖിനെ കുറിച്ച് പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് സ്റ്റേറ്റിലാണ്? ആന്ധ്രാപ്രദേശിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു Jan to 1 to 7 2 പാർട്ടായിട്ട് ഏറ്റവും ന്യൂസിൽ വന്നിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കേണ്ടി പോകുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും എന്ത് ചെയ്യരുത്, ഇതിനകത്ത് സ്കിപ്പ് ആക്കരുത്. മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്ത് സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും എക്സാംസിന് വേണ്ടി കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളും മറ്റും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റിൽ സജസ്റ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.